ഹണി ബണി സർദാർ പോപ്പറ്റ് എവിടെയുണ്ടെന്ന് ലൊക്കേഷൻ പറയൂ. അവരുടെ ലൊക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. ഏഷ്യ കോണ്ടിനെന്റ്, ഇന്ത്യ, സ്പേസ് സെന്റർ. വരൂ, എന്റെ പേര് ദേവ്. ഞാൻ നിങ്ങളെ സ്പേസ് സെന്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരൂ. വാവ്, അമേസിംഗ്. എത്ര വലുതാ ഇത്? ഇത് സ്പേസ് സെന്റർ ആണ്, ഷോപ്പിംഗ് സെന്റർ അല്ല. സ്പേസ് സെന്റർ എപ്പോഴും വലുതായിരിക്കും. അല്ല, ഇതെന്താ ചെറിയ റോക്കറ്റ് ആണോ? സൂം സൂം. അല്ല, ഇവരൊക്കെ എവിടെ പോയി? അല്ല, ഇത് ഓണായെന്ന് തോന്നുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയൊന്ന് നിർത്താ? അല്ല, ഞാൻ ഏതിലാ പിടിച്ച് ഞെക്കിയത്? എന്റെ അമ്മച്ചി. സൂം. ഹലോ, ഈ ചെറിയ റോക്കറ്റ് പറക്കാൻ പോവാണ്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഏയ്, അസംബന്ധം എന്നല്ല കാണിച്ചത്, ഞാനാ എല്ലാം കാണിച്ചത്. ഇപ്പോഴീ റോക്കറ്റ് പറക്കും. ഇത് റോക്കറ്റ് അല്ല, മിസൈലാണ്. മിസൈലോ? മിസൈൽ? ആനന്ദ്, ആനന്ദ്. ദേവാനന്ദ് അങ്ങയുടെ പേരല്ലേ? ഞാൻ വെറും ദേവാണ്. ആനന്ദ് എന്നത് എഞ്ചിനീയറിന്റെ പേരാണ്. റെഡി ടു ലോഞ്ച്. ആനന്ദ്, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആനന്ദ്, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ആനന്ദ്, ഉടനെ തന്നെ ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്യൂ. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഡോണ്ട് യു വറി. എന്റെ മുഖത്തെ ഇത് കറുപ്പിച്ച് കളഞ്ഞു. നിങ്ങൾ ഉടൻ തന്നെ ഒരു സേഫായ സ്ഥലത്തേക്ക് പോയിക്കോളൂ. ഞാൻ ഈ മിസൈലിന്റെ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ. നോ റിലീസ്, ഡൈവ് അഗൈൻ. വാ, നമുക്ക് ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കാം. ഇതിനകത്ത് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ. 4 പേർക്ക് ഇരിക്കാൻ കഴിയില്ല. നിങ്ങൾ വേറെ സ്ഥലം നോക്കിക്കൊള്ളൂ. ഒരു കഥ കടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിലുള്ള ആൾ മറ്റൊരു കഥവ് തുറക്കും. അങ്ങോട്ട് നോക്കും. അതെ, നോക്ക്, UFOയുടെ ഡോറ് തുറന്നിരിക്കുകയാണ്. ഐഡിയ, ഡൈവിംഗ് 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 ഇൻ ദ മിസൈൽ. മിസൈൽ ഡീആക്റ്റീവ്. താങ്ക് ഗോഡ്, എല്ലാം ശരിയായി ദേവ്. അല്ല, ഇവരൊക്കെ എവിടേക്ക് പോയി? എടാ, ഈ UFO പറക്കുകയാണ്. ആരാണ് ഇതിനെ പറപ്പിക്കുന്നത്? ആരാ ഇത് ഓടിക്കുന്നത്? ആരാടാ ഓടിക്കുന്നത്? നമ്മുടെ ആരാ ഓടിക്കുന്നത്? അത് തന്നെയാടാ നിന്നോട് ചോദിച്ചത്, ആരാന്ന്. നമ്മളിവിടെ ഒരുപാട് പേരുണ്ട്. സംശയമുണ്ടോ?
മനസ്സിലായോ ആരാണെന്നുള്ളത്? ആരോ? അല്ല, ഇത് ആരോ ആണല്ലോ. സംശയമുണ്ടോ? ഞാൻ നിങ്ങളോട് ആരോ എന്നല്ലേ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ ആരോ ഓടിക്കുന്നതെന്ന്? ഹലോ, എന്തോന്ന് ഹലോ? എന്തിനാ UFA പറപ്പിച്ചത്? എമർജൻസിയാണ്. നിങ്ങളെ ഉടൻ തന്നെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഞങ്ങൾ ആരോടും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സമയമില്ല. നിങ്ങളെ ബ്രഹ്മാണ്ട് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അദ്ദേഹം വലിയ പ്രശ്നത്തിലാ. അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ. ശരി ശരി, ഞങ്ങൾ നിന്നോടൊപ്പം വരാം, സഹായിക്കുകയും ചെയ്യാം. അല്ല, എന്താ പ്രോബ്ലം? അത് അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. പോകാം. മഹാരാജാവേ, ഞങ്ങളിത് എത്തിപ്പോയി. മഹാരാജാവ് വിജയിക്കട്ടെ. മഹാരാജാവ് വിജയിക്കട്ടെ. പറയൂ മഹാരാജാവേ, എന്താ പ്രശ്നം? പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്റെ മോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ആപ്പിൾ അങ്ങ് കൊടുക്കും. നിങ്ങൾക്ക് മുമ്പേ കുറ്റവാളിയെ ഞാൻ കണ്ടുപിടിക്കും. അല്ല ഇൻസ്പെക്ടർ പാണ്ഡ ഇവിടെ എന്തെടുക്കുകയാണ്? എടാ, ഇത് നമ്മുടെ പാണ്ഡയല്ല, യു പാണ്ഡയാണ്. എക്സാക്ട്ലി, നിങ്ങളുടെ പാണ്ഡയുടെ ചേട്ടൻ യൂണിവേഴ്സ് പാണ്ഡ. അടിച്ച് പൊളിക്കും ഞാൻ. എന്റെ മോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ആപ്പിൾ അങ്ങ് കൊടുക്കും. ഇക്കാലത്ത് കിഡ്നാപ്പേഴ്സിന്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഒരു ആപ്പിൾ കൊണ്ട് മാത്രം നിങ്ങളുടെ മകളെ അവർ വിടില്ല. സംശയമുണ്ടോ? ദേ നോക്ക്, ഞങ്ങളുടെ ഗ്രഹത്തിലെ സയൻസ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവനും ഓരോ ആപ്പിളിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആപ്പിൾ കൊടുക്കുമെന്ന്. കുഞ്ഞുനാളിൽ കഥകളിൽ പഠിച്ചിട്ടുണ്ട്, രാക്ഷസന്റെ ജീവൻ തത്തയ്ക്കകത്താണ്. തത്തയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ രാക്ഷസൻ ഉടൻ തന്നെ മരിക്കും. എടാ സോർദാറേ, ചുമ്മാ കള്ളക്കഥകളൊന്നും പറയരുത്. ചിലപ്പോ വല്ലവരും പിടിച്ച് എന്റെ പണി തീർക്കും. സംശയമുണ്ടോ? നമുക്ക് ജോലിയെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ യുദ്ധം നടന്നാൽ അത് വലിയ പ്രശ്നമായി തീരും. ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മോളെ നിങ്ങളാണ് രക്ഷിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ആരാ പറഞ്ഞേ? ആരാ അല്ല പറഞ്ഞ്, നമ്മുടെ ആരോ പറഞ്ഞത്. എന്റെ മോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ആപ്പിൾ അങ്ങ് കൊടുക്കും. വേണ്ട വേണ്ട, ഞങ്ങൾ നിങ്ങളുടെ മോളെ കണ്ടെത്താം. നിങ്ങൾ ആപ്പിൾ സൂക്ഷിച്ചു വെച്ചോ. പക്ഷെ ഇത്ര വലിയ അന്തരീക്ഷത്തിൽ എങ്ങനെ കണ്ടെത്തുക? രാജകുമാരിയെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മഹാരാജൻ അങ്ങ് ആജ്ഞാപിക്കൂ, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇതാ നോക്ക്, നീ ആദ്യം ആ ഫോട്ടോ ഒന്ന് കാണിക്കേ. ഇതൊരു കൊച്ചുകുട്ടിയാണല്ലോ. ഇവളെ കൊണ്ട് എങ്ങനെയാ രാജകുമാരിയെ കിഡ്നാപ്പ് ചെയ്യാൻ കഴിയാ? എന്റെ പൊന്നെ, ഈ കൊച്ചുകുട്ടിയാണ് ഞങ്ങളുടെ മകൾ. പൊന്നു അല്ല, ഹണി. ഞാൻ ഹണിയാ. മിണ്ടരുത്, ഒരുപാട് സംസാരിച്ചാൽ നേരെ പണി തീർക്കും. എടോ യു പാണ്ട, കിഡ്നാപ്പറുടെ ഫോട്ടോ കാണിക്കേ. അല്ല, ഇതിൽ കിഡ്നാപ്പർ ആരാണ്? എല്ലാം ഒരാള് തന്നെയാ, പല വേഷത്തിലാണെന്നേ ഉള്ളൂ. അവസാനമായിട്ട് അവനെ ഏത് ഗ്രഹത്തിൽ വെച്ച് കണ്ടുവോ ആ ഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ പറയാം. ആരാ കൊണ്ടുപോവാ? ആരാ? ആരാ? നമ്മുടെ ആരാ? സംശയമുണ്ടോ? കിഡ്നാപ്പേഴ്സിന് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ. അവരെന്താ ചോദിച്ചത്? ആപ്പിൾ. രാജാവിന്റെ ഗ്രഹത്തിലുള്ള മുഴുവൻ ആപ്പിളും എനിക്ക് വേണം. അതോടെ എല്ലാവരുടെയും ജീവനും എന്റെ കയ്യിലാകും. പിന്നെ ഞാനാകും ബ്രഹ്മാണ്ഡ ദേശത്തിന്റെ രാജാവ്. ജൂം 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 ചക്കളി ചോക്ക. ജയ് ഗുരു, ജയ് ഗുരു, ജയ് ഗുരു. ആട്ടെ ബോസ്, എത്ര ആപ്പിൾ അവിടെ ഉള്ളത്? മൊത്തം 50 ലക്ഷം പ്രഭു. എന്റെ അമ്മോ, അത്രയധികം ആപ്പിൾ എവിടെയാ വെക്കുക? മൊത്തം 50 ലക്ഷം പ്രഭു. മിണ്ടാതിരിക്കടാ, എപ്പോ നോക്കിയാലും ഒറ്റ ഡയലോഗ് പറയൂ. എങ്ങോട്ട് നോക്കിയേ, ഒരു കാരണവശാലും രാജകുമാരി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകരുത്.
അവളെ കൊണ്ട് മാത്രമേ എന്നെ രാജാവാക്കാൻ പറ്റൂ. ചൂം ചൂം ചക്കിളി ചൊക്ക. ബോസ്, ബ്രഹ്മാണ്ഡ രാജാവ് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അയാൾ നിങ്ങളെ പിടിക്കാനായിട്ട് ആരെങ്കിലും തീർച്ചയായിട്ടും അയക്കും. അത്രയ്ക്ക് ധൈര്യമുള്ളവൻ ഉടനെ ഇങ്ങോട്ട് വരട്ടെ. വരുന്നവനെ കൊണ്ട് എന്നെ പിടിക്കാൻ പോയിട്ട് തൊടാൻ പോലും കഴിയില്ല. വരട്ടെ, ആര് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോട്ടെ. ജൂം ജൂം ചക്കിളി ചൊക്ക. ആ കിഡ്നാപ്പറിനെ അവസാനമായിട്ട് ഈ ഗ്രഹത്തിൽ വെച്ചാ കണ്ടത്. തയ്യാറായിക്കോളൂ, ഞാൻ ലാൻഡ് ചെയ്യാൻ പോവാ. ശത്രുക്കൾ നമ്മുടെ ഗ്രഹത്തിലെത്തിയിരിക്കുകയാണ്. വരൂ. പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഗ്രഹത്തിലേക്ക് വന്നത്? ആരെ ഞാൻ വെറുതെ വിടില്ല. ഇത് പോലീസാണ്. പിടിച്ചാ നമ്മളെ ഇവിടുന്ന് തിരിച്ചയക്കും. ഓടിക്കോ. പിടിക്കവരെ. എന്റെ അമ്മച്ചി, എന്നെ കൊണ്ട് ഓടാൻ വയ്യ. അവരെങ്ങോട്ട് പോയി? അതാ പോകുന്നു. നിക്കവിടെ. ആരതി വേഗം അവരോട് പറയേ, ബ്രഹ്മാണ്ഡ രാജാവിന്റെ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഈ ഗൃഹം ഭരിക്കുന്നത് അദ്ദേഹം അല്ല. ഓടിക്കോ. അവരെവിടേക്കാണ് പോയത്? എന്നെയാണോ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? കളി എന്റെ അടുത്ത് വേണ്ട. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. എന്നോട് നിങ്ങൾക്കൊരു സോറി എങ്കിലും പറഞ്ഞൂടെ? സോറി ഞാൻ പറയണോ? കൊള്ളൻ കൊള്ളൻ, ആ? വിട്, എന്റെ പേഴ്സ് വിട്. സ്ത്രീകൾ അറ്റാക്ക് ചെയ്യുന്നു. ഇടിച്ച് പൊളിക്കും ഞാൻ. ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ പേഴ്സ്. ആരെയും ഞാൻ വെറുതെ വിടില്ല. താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. വേണ്ട സാറേ, ആ? വിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കാണും. ആരെ കണ്ട എന്താ പ്രശ്നം? ഇവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ? എടാ, അവൻ പറഞ്ഞത് ഏതെങ്കിലും പോലീസുകാർ കാണുമെന്നാണ്. സംശയമുണ്ടോ? എനിക്കെന്തിനാ സംശയം? എടാ, നിന്നോടല്ല പറഞ്ഞത്. എല്ലാരും കൂടെ എന്നെ വട്ടനാക്കുമെന്നാ തോന്നുന്നത്. ആരാ വട്ടനാക്കാൻ പോകുന്നത്? ദാ നിൽക്കുന്നു. അവർ തന്നെ. പിടിക്കവരെ. ഇനി
ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വീണ്ടും വന്നിരിക്കുകയാണ്, ഓടിക്കോ. അവരെത്തി, നമ്മള് കുടുങ്ങി. നോക്കൂ, ഞങ്ങൾ ക്രിമിനൽസ് അല്ല, ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് വന്നതാണ്. പാണ്ഡ സാർ കാണിച്ചു കൊടുക്കുക. ഇയാളുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്താ? ആ എല്ലാ കപ്പിനകത്തും ഞാനിപ്പോൾ ചായ ഒഴിക്കാൻ പോവുകയാണ്. ഓ, ഞാൻ ചായ കൊണ്ടുവന്നു, പക്ഷെ ഒഴിക്കാൻ മറന്നുപോയല്ലോ. ഹലോ, അവരെ അകത്തേക്ക് കൊണ്ടുവരൂ. സാറത് മിണ്ടരുത്. അകത്തേക്ക് പോ. ആഹാ, വരൂ വരൂ വരൂന്നേ, ചായ എടുത്ത് കുടിച്ചോളൂന്നേ. സാർ, ഇത് മിണ്ടരുത്, ഇവിടുത്തെ ഹെഡ് കുക്ക് ഞാനാണ്. പില്ലു. സാർ, ഇത് പോലീസ് സ്റ്റേഷനാണ്. അതെയോ? ഓ, പോലീസ് സ്റ്റേഷനിലാണ് എന്റെ അച്ഛൻ താമസിച്ചിരുന്നത്. സാറിന്റെ അച്ഛൻ ഇൻസ്പെക്ടർ ആയിരുന്നോ? ഇൻസ്പെക്ടർ ഒന്നും അല്ലെന്നേ, എന്റെ അച്ഛൻ ഒരു കള്ളനായിരുന്നു, കള്ളൻ. ഇവരൊക്കെ ആരാണ്? സാർ, പെർമിഷൻ ഇല്ലാതെ ഇവർ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നത്? നിങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ. എക്സ്ക്യൂസ് മീ, രാജകുമാരി എവിടെയെന്ന് ആദ്യം നിങ്ങൾ പറയാ. രാജകുമാരിയോ? ഏത് രാജകുമാരി? നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത് സംശയമുണ്ടോ? കളി എന്നോട് വേണ്ട, കളി ഞാൻ പഠിപ്പിക്കും. നോക്കൂ, എത്രയും പെട്ടെന്ന് രാജകുമാരിയെ അദ്ദേഹത്തിന് തിരിച്ചെത്തിക്കണം. കാരണം കിഡ്നാപ്പിംഗ് ചെയ്തത് നിങ്ങളാണ്. കിഡ്നാപ്പിങ്ങോ? എടോ, ഞാൻ ഇൻസ്പെക്ടർ. താൻ കിഡ്നാപ്പറാണ്, സംശയമുണ്ടോ? എന്നെ കിഡ്നാപ്പർ എന്ന് വിളിക്കരുത്, എന്റെ അച്ഛനായിരുന്നു കിഡ്നാപ്പർ. ഇയാള് വെറുതെ കള്ളം പറയാണ്. തന്റെ ഫോട്ടോ ഞങ്ങൾ ശരിക്കും കണ്ടതാണ്. യു പാണ്ഡ സാറേ, ഫോട്ടോ കാണിച്ചു കൊടുക്ക്. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരിക്കും? ആ, ഓർമ്മ വന്നു, ഇതെന്റെ. ഞങ്ങളെ ബ്രഹ്മാണ്ടത്തിലെ രാജാവാണ് അയച്ചത്. നീ ചെയ്ത തെറ്റിനെ അദ്ദേഹം നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, സംശയമുണ്ടോ? ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ഇന്നാ പിടിക്ക, ചായ കുടിക്ക. ചായ എവിടെ? ഉണ്ട്, കുടിക്കൂ, ചായ കുടിക്കൂ. ഞങ്ങൾക്ക് കുടിക്കാൻ കോഫി മതി. കോഫിയെ കുറിച്ച് മിണ്ടി പോകരുത്. കോഫി ഉണ്ടാക്കുന്നത് എന്റെ അച്ഛനായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ചായ താ. ശരി, ചായ എവിടെ? നിങ്ങൾക്കെന്താ വട്ട? വട്ടനെന്ന് പറയരുത്, വട്ടൻ എന്റെ അച്ഛനായിരുന്നു. മര്യാദക്ക് ചായ കുടിക്കാൻ. ചായ തന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നീ രാജകുമാരിയെ കിഡ്നാപ്പ് ചെയ്തത് വലിയ തെറ്റായി പോയി, സംശയമുണ്ടോ? എന്റെ മുഖത്ത് മണ്ടനെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഫോട്ടോയിലോട്ട് നോക്ക്. അതെന്റെ ചേട്ടനാണ്, ചക്രം ചേട്ടൻ. അവൻ കള്ളനാണ്, കൊള്ളക്കാരൻ. വേണമെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൽ അവന്റെ GPS ലൊക്കേഷൻ ഉടൻ തന്നെ ഫീഡ് ചെയ്യൂ. വേഗം ചെയ്യൂ, ഞങ്ങളുടെ പക്കൽ സമയമില്ല. നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് വേഗം പറയേ, ഞങ്ങൾക്ക് രാജകുമാരിയെ കണ്ടെത്തണം. ഇതാണ് അവന്റെ ലൊക്കേഷൻ. അല്ല കൊച്ചളിയ, നമ്മൾ എന്തിനാ വേഷം മാറിയത്? നമ്മൾ ആരാണെന്ന് ഈ ഗ്രഹത്തിൽ ആരും അറിയാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് അവനെ പിടികൂടാൻ പറ്റൂ. എന്റെ ട്രാൻസ്മിറ്റർ പറയുന്നത് അവൻ തീർച്ചയായും ഇവിടെ ഇവിടെ ഉണ്ടെന്നാണ്. എടാ ആരാ, എന്താ നീ ചെയ്യുന്നത്? അതാ പോകുന്നവൻ, പിടിക്കവനെ.
എന്റെ അമ്മോ എന്തൊരു എൻട്രിയാ ചേട്ടാ. ഇവൻ എവിടേക്കാ പോയത്? വേഗം പോയി അവനെ അന്വേഷിക്കാം. അവനെ എന്താടാ മുന്നിലേക്ക് വരാൻ നിനക്കൊരു മടി? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദക്ക് എനിക്ക് തരേണ്ട കാശ് വേഗം തന്നേക്ക്. എന്റെ അമ്മോ ബായിയുടെ എൻട്രി ഒരു ഹീറോയെ പോലെയുണ്ട്. നീ എന്താടാ ഈ പറയുന്നത്? സത്യമായിട്ടും ചേട്ടൻ എന്നെ ഇങ്ങനെ ചോദിച്ചു. ചേട്ടന്റെ എൻട്രി കണ്ടാൽ ഇവിടുത്തെ മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ, ഫിലിം സ്റ്റാർ എല്ലാരും ഡൗൺ ആയി പോകും. വേണ്ട വേണ്ട വേണ്ട, നീ വെറുതെ എന്നെ കളിയാക്ക. വേണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. നോക്ക്, വേഗം എനിക്ക് തരേണ്ട കാശെടുത്ത് വെക്ക. അതാ പോകുന്നു ചക്രം, പിടിക്കാവേ. ചക്രം, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇവർക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ചക്രത്തിനോട് ചലഞ്ചോ? ഇടിക്കോമാരെ. ഇവിടേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞു, പക്ഷെ ഇവിടുന്ന് പോവാൻ കഴിയില്ല. എന്തൊരു ഡയലോഗ്, എന്തൊരു സ്റ്റൈലാ ഭായ്. എടാ ഡയലോഗ് മതിയാക്ക്, എന്നിട്ട് ഫൈറ്റ് തുടങ്ങടാ. ഇനി നോക്കട്ടാ, ഇരിക്കാൻ. എന്റെ ഭായി, നിങ്ങൾക്ക് എന്താ കണ്ണി ചോരയില്ലേ? എന്നെ ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞില്ലേ? ഇനി രക്ഷയില്ല മോനെ, ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഓടിക്കോ. ചക്രം രക്ഷപ്പെട്ടു പോവുകയാണ്. വേഗം പിടിക്ക്. സംശയമുണ്ടോ? പിടിക്കവനെ. അവിടെ നോക്ക്. നന്നായി അന്വേഷിക്ക്. തീർച്ചയായിട്ടും അവൻ ഇവിടെ തന്നെ കാണും. കൊള്ളാം, അടിപൊളി മാസ്ക് ആണ്. എന്തായാലും വെച്ച് നോക്കാം. എടാ, എൻട്രിക്കുള്ള സമയമായി. ആരുടെ എൻട്രി? എന്തിനുള്ള എൻട്രി? എന്റെ അമ്മേ, വേണ്ട, വിട്, വിടെന്നെ, വിട്ടേക്ക്. ഈ ഹണി എവിടെ പോയി? അതാ സ്റ്റേജിൽ നിൽക്കുന്നു. ഹണി, നീ എന്തായി കാണിക്കുന്നത്? അതാ നോക്ക്, ഗുണ്ടകൾ എത്തിപ്പോയി. ഗുണ്ടകൾ എത്തിക്കഴിഞ്ഞു. പക്ഷെ ചക്രം എവിടെ? പൊരുതാനായി എല്ലാരും തയ്യാറായിക്കൊള്ളൂ. വേണ്ട, നമ്മൾ സറണ്ടർ ആവാൻ പോവുകയാണ്. കാരണം ചക്രത്തിന്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ സറണ്ടർ ആവണം. ഈ ഗുണ്ടകൾ അവന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കലക്കി ബന്നി, ഗുഡ് ഐഡിയ. ഞങ്ങൾ surrender ആയിക്കൊള്ളാം. പിടിക്കവരെ. വേഗം ചക്രത്തിന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകാം. ഇവര് ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന്? ഇവിടെ ഏത് പടാ ഓടുന്നേ? എടാ ഞങ്ങളുടെ ചേട്ടൻ
ഹീറാൻ പോവാ. ബോളിവുഡിലും ഹോളിവുഡിലും വലിയ സ്റ്റാർ ആകും. നിങ്ങൾ എന്നെ ലോകം മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. വാ എന്റെ അമ്മ, അടിപൊളി. എന്തൊരു സ്റ്റൈലും ഡയലോഗാ. ഞാനും സൽമാനെ പോലെ സ്റ്റൈലായിട്ട് സംസാരിക്കും. ഇവനെ കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇവനെ 2 ദിവസം പഞ്ഞിക്കിട്ട ഇവന്റെ ഗ്ലാമർ അതോടങ്ങ് തീരും. എന്റെ അമ്മോ എന്തൊരു ഡയലോഗാ. ഇങ്ങനത്തെ ഡയലോഗ് പറയാൻ ഇവിടെ ആരും തന്നെ ഇല്ല. സത്യമായിട്ടും പോടാ പോടാ. സത്യമായിട്ടും ഈ പെർഫോമൻസിന് ഓസ്കാർ തന്നെ കിട്ടും. എന്താ അടിപൊളി ആക്ടിങ് ആയത്. എടാ ഇദ്ദേഹം ആക്ടറല്ല സ്റ്റാർ ആണ്, സ്റ്റാർ. എന്തായി പറയുന്നത്? സത്യമായിട്ടും ഇവൻ പറയുന്നത് അങ്ങയെ സ്റ്റാർ ആക്കുമെന്നാണ്. സംശയമുണ്ടോ? അല്ല, ആരാ ഇവൻ? അല്ല, ഇവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? മലയാള സിനിമയിലെ ഹീറോസിനൊക്കെ ആരാ കൊണ്ടുവന്നത്? ആരാ നിങ്ങളൊന്ന് പറയേ. അമീർ എങ്ങനെയാണ് ഇത്രയധികം പൈസ ഉണ്ടാക്കിയത്? സൽമാൻ ഇത്രയധികം സമ്മാനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഷാറുഖിനെ ഈ സ്റ്റേജിൽ എത്തിച്ചത് ആരാണെന്ന് അറിയാമോ? ഇയാളാണോ? ഇയാളെന്താ ഡയറക്ടറാ? അല്ല, ഇവൻ ബണ്ണിയാണ്. അതെ, സ്റ്റാർ മേക്കർ ബണ്ണി. വലിയ വലിയ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഇയാളുടെ ഫ്രണ്ടാണ്. ഇയാള് വിചാരിച്ചാൽ കഴുതിയെ പോലും സ്റ്റാർ ആക്കും. അങ്ങേയും തീർച്ചയായിട്ടും ആക്കും. അതെയോ? ആക്കോ? എന്നാ ആക്കിക്കോ. എന്നാൽ അതിനു മുമ്പ് രാജകുമാരിയെ വേണം. കൊടുത്തേക്ക് വേഗം രാജകുമാരി അവർക്ക് കൊടുത്തേക്ക്. ഏത് രാജകുമാരി? ഏത് രാജകുമാരി? അത് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത് തന്നെ. ദേ, എന്റെ പേര് നശിപ്പിക്കരുത്. ഞാനൊരു രാജകുമാരിയും കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഒരിക്കലും കള്ളം പറയരുത്. ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. അതെ, ഞാനും കള്ളം പറയില്ല. സംസാരിച്ച് സമയം കളയണ്ട, വേഗം ഫോട്ടോ കാണിക്ക. ഇവനോ? ഇവൻ എന്റെ ചേട്ടനാ. നീ വെറുതെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. നിന്റെ ചേട്ടൻ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിന് മറുകില്ല. അതുള്ളത് നിന്റെ മുഖത്താണ്. സംശയമുണ്ടോ? എടോ, ഇത് 3ാമത്തെ ചേട്ടനാ. ഇത് കണ്ടോ, ലെഫ്റ്റിലാ ഉള്ളത്. എന്റെ ചേട്ടന് റൈറ്റിലാ ഉള്ളത്. എനിക്കാണെങ്കിൽ ലെഫ്റ്റിൽ. എനിക്ക് ഹീറോ ആകണം, അദ്ദേഹം വില്ലനാ. അദ്ദേഹത്തിന്റെ പേര് ഗുല്ലുന്നാ. ഗുല്ലു. അവൻ എവിടെയുള്ള? ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. സ്പേസിലെ മാളി വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്നെ ഹീറോ ആക്കാന്നാണ്. എനിക്ക് ഒരു സ്റ്റാർ ആകണം. നിങ്ങളുടെ ചേട്ടന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോ. ഞങ്ങൾ പൃഥ്വിയിലേക്ക് പോയാൽ നിങ്ങളെ തീർച്ചയായും ഹീറോ ആക്കാം. ഇതാ, ഇത് സ്പേസ് മാളിൽ കൊണ്ടുപോയി കാണിച്ചാ മതി. എന്നിട്ട് പറയണം ഹെൽപ് ടോയിങ് ഗോ. എന്താ പറയേണ്ടത്? ഹെൽപ് ടോയിങ് ഗോ. പിന്നെ എന്നെ ഹീറോ ആക്കുന്ന കാര്യം മറക്കരുത്. ഇനി ഞാനാകും ഇവിടുത്തെ ഹീറോ. യാ യാ യാ. El domingo. El domingo. ഹലോ ഫ്ലെമിംഗോ. ഹെൽ ഡൊമിംഗോ, ഹെൽ ഡൊമിംഗോ. ഹെൽ ഡൊമിംഗോ. വെൽക്കം. ഞങ്ങളുടെ അതിഥികളെ സ്പേസ് മാൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇവർ ബ്രഹ്മാണ്ഡ രാജാവിന്റെ അതിഥികളാ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. അവനെ കണ്ടെത്തിയേ മതിയാകൂ. കുറച്ചുപേർ അങ്ങോട്ടും കുറച്ചുപേർ ഇങ്ങോട്ടും പോകാം. അടിച്ചു പൊളിക്കണം. അവനെ എങ്ങനെയാ കണ്ടെത്തുക? അതാ പോന്നു. ഇഡ്ലി വേണോ? വട വേണോ? കഴിക്കൂ, നല്ല ഇഡ്ലി വട കഴിക്കൂ. എന്താ കഴിക്കാൻ പോന്നേ? ഇഡ്ലി കഴിക്കുന്നോ അതോ വട കഴിക്കുന്നോ? എന്റെ അമ്മു, നിങ്ങൾക്കൊന്നും വേണ്ട അല്ലേ? എന്താ പോന്നേ? ഇഡ്ലി വാങ്ങിച്ചോളൂ, വട കഴിച്ചോളൂ. നല്ല മൃദുവായിട്ടുള്ള ഇഡ്ലിയാണേ. കഴിപ്പിക്കാടാ നിന്നെ. ഇന്നത്തോടെ നിന്റെ കഴിപ്പിക്കൽ ഞങ്ങൾ തീർക്കാം. സംശയമുണ്ടോ? എന്റെ അമ്മച്ചി, എനിക്കൊന്നും കഴിക്കണ്ടേ? ഓടിക്കോ. അടിച്ചു പൊളിക്കും ഞാൻ. എന്റെ അമ്മച്ചി, എന്റെ ലുങ്കി.
ലുങ്കി വേണ്ട, ലുങ്കി വേണ്ട, ലുങ്കിന്ന് വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്. എനിക്ക് കൊച്ചു കൊച്ചു കുട്ടികളുള്ളതാ. കൊച്ചു കൊച്ചു കുട്ടികളോ? പിന്നെ കൊച്ചുകുട്ടിയായ രാജകുമാരി നീ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? ഇല്ല, ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. കുഞ്ഞുനാള് മുതലേ രാജകുമാരിയെ സംരക്ഷിക്കുന്നത് ഞാനാ. അടിച്ചു പൊളിക്കും ഞാൻ. രാജകുമാരിയെ നീ എങ്ങനെയാ സംരക്ഷിച്ചത്? എനിക്ക് കൊച്ചു 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 കുട്ടികളുണ്ട്. അവരോടൊപ്പമാണ് രാജകുമാരി വളർന്നത്. വേണമെങ്കിൽ രാജകുമാരിയോട് തന്നെ ചോദിച്ചു നോക്ക്. വേഗം രാജകുമാരിയെ വിളിക്ക. എന്റെ രാജകുമാരി, ഒന്ന് വേഗം പുറത്തേക്ക് വാ. ഇതാണ് രാജകുമാരി, നിങ്ങൾ തന്നെ ചോദിക്ക. ഈ രാജകുമാരിയെ കുറിച്ചല്ല, ബ്രഹ്മാണ്ടത്തിലെ രാജകുമാരിയെ കുറിച്ചാ പറഞ്ഞത്. അവളോ? അവൾ എന്റെ കയ്യിലില്ല. എന്റെ കയ്യിൽ കൊച്ചു 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 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കൊച്ച് എത്ര കൊച്ചാ ഉള്ളത്? മൊത്തത്തിൽ 6 കുട്ടികളാ ഉള്ളത്. കുട്ടികളെ, നീ കുട്ടികൾ എന്നല്ലേ പറഞ്ഞത്? ഇത് പൂച്ചകളാണല്ലോ. പൂച്ചകൾ തന്നെയാണ്, പക്ഷെ ഞാൻ എന്റെ കുട്ടികളെ പോലെയാ നോക്കുന്നത്. കഴിക്കാൻ ഇഡ്ഡലിയാ കൊടുക്കുന്നത്. വെറുതെ അഭിനയിക്കരുത്. എനിക്കറിയാം, രാജകുമാരിയെ കിഡ്നാപ്പ് ചെയ്തത് നീ തന്നെയാ. ഒരു പക്ഷെ എന്റെ ചേട്ടനായിരിക്കും കിഡ്നാപ്പ് ചെയ്തത്. ഞാൻ ഇവിടെ ഇഡ്ഡലി വിറ്റ് നടക്കുകയാണ്. എനിക്ക് കൊച്ചു 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 കുട്ടികൾ ഉള്ളതാണേ. എനിക്കതെങ്കിലും സംഭവിച്ച പിന്നെ എന്റെ കൊച്ചു കുട്ടികളുടെ ആഹാരം മുടങ്ങുമോ? ഞങ്ങൾ നിന്റെ ചേട്ടനെ കണ്ടെത്തി കഴിഞ്ഞു. നിനക്കാണ് റൈറ്റ് സൈഡിൽ മറുകുള്ളത്. എന്റെ പൊന്നു ചേട്ടാ നോക്ക്, എനിക്ക് ലെഫ്റ്റ് സൈഡിലാ ഉള്ളത്. ശരിയാണല്ലോ, ഇവനും ലെഫ്റ്റ് സൈഡിലാണല്ലോ ഉള്ളത്. അവനുള്ളത് റൈറ്റ് സൈഡിലാണ്. എടാ, അനിയൻ ചേട്ടന്മാരെ നിങ്ങൾ എത്ര പേരാ ഉള്ളത്? എനിക്ക് കൊച്ചു 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 കുട്ടികൾ ഉള്ളതാണേ. കുട്ടികളല്ല, എത്ര സഹോദരന്മാരാണ് ഉള്ളത്? മൊത്തം 4 പേരാണ്. അതിലൊന്ന് ഗുല്ലുവാണ്. അത് ശരി, ആ ഗുല്ലിപ്പ എവിടെയാ? നിന്റെ പുറകിൽ. വെൽക്കം മൈ ഫ്രണ്ട്സ്, വെൽക്കം. എന്നെ പിടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നത് പോയിട്ട് തൊടാൻ പോലും കഴിയില്ല. എവിടേക്കാ പോയ അയാൾ? അവന്റെ ഗ്രഹത്തിലേക്ക് പോയി കാണും. അവിടെ അവൻ രാജാവാണ്. ലൊക്കേഷൻ മാപ്പതാ, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം. ഞാൻ തരാം, പക്ഷെ എന്റെ സഹോദരനോട് പറഞ്ഞേക്കരുത്. എനിക്ക് കൊച്ചു 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 കുട്ടികളുള്ളതാണേ. എന്ത് ചേട്ടനാടോ ഇത്? അയാൾക്ക് ഈ കാര്യം അറിയില്ലേ? തനിക്ക് കൊച്ചു 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 കുട്ടികളുള്ള കാര്യം. വേഗം പോവാൻ നമുക്ക്. അവനെ നമുക്ക് ഉടൻ തന്നെ പിടികൂടണം. നമ്മളെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? മൊത്തം 50 ലക്ഷം പ്രഭു. എടാ, എപ്പോ നോക്കിയാലും നിനക്ക് ഈ ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടെടാ? മൊത്തം 50 ലക്ഷം പ്രഭു. ഇവനോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല ബോസ്. ഞങ്ങളോട് ചോദിക്കേ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ, ശരി തന്നെയാ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവരെ കൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ ഗ്രഹത്തിലേക്ക് വരാൻ പറ്റുമോ? അവൻ എന്റെ അടുത്തേക്ക് വരാനേ പാടില്ല. വരികയില്ല. ഒരുപക്ഷെ അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ വന്നാലെന്തി? അങ്ങയുടെ സേഫ്റ്റിക്കായി റാബിറ്റ്സ് ഉണ്ട്. അങ്ങൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സബാഷ്, നിങ്ങളെ എല്ലാവരെയും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ എന്തായാലും രാജകുമാരിയെ കിഡ്നാപ്പ് ചെയ്തല്ലോ. വിട്ടയക്കുന്നതിന് പ്രതിഫലമായിട്ട് എത്ര കാശ ചോദിക്കാൻ പോകുന്നത്? എടാ കഴുതേ, ഒന്നിനും കൊള്ളാത്തവനെ. 70 കാലഘട്ടങ്ങളിലെ ഐഡിയ ആണിത്. ഇത് ന്യൂ ജനറേഷൻ ആണ്. ഇപ്പോൾ കാശല്ല, സിംഹാസനമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് രാജാവിന്റെ സിംഹാസനം. Attention. എടാ കഴുതകളെ, ഈ അറ്റൻഷൻ അല്ല ഞാൻ പറഞ്ഞത്. അലേർട്ട് ആയിട്ടിരിക്കണമെന്നാ. അവർ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കേ ബോസ്, അങ്ങ് പേടിക്കണ്ട. ഞങ്ങൾ അലർട്ടാണ്. ഇനി അവന്മാരുടെ കാര്യം പോക്കാ. എത്തിപ്പോയി, അവന്റെ ഗ്രഹത്തിൽ എത്തിപ്പോയി.
നമ്മൾ ഏതൊരു കാട്ടിലാ എത്തിയിരിക്കുന്നത്. അല്ല, ഇതല്ല സ്ഥലം. നമ്മൾ ഇനി ഒരുപാട് പോകണം. ഇവിടെ ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് സേഫ്. വരൂ, നമുക്ക് സിറ്റിയിലേക്ക് പോകാം. അവൻ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ നമ്മുടെ പക്കലുണ്ട്. ശരി എന്നാ ഞാൻ ഏതായാലും ഒരു വണ്ടി എടുത്തോണ്ട് ഉടനെ വരാം. എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. വേഗം വരൂ, വന്നിരിക്കൂ. ഇരിക്കാനുള്ള സ്ഥലം എവിടെയാണ് ഉള്ളത്? കണ്ടില്ലേ, നമ്മൾ ഇത്ര പേരുണ്ട്. ഓഹോ, സൗകര്യം നോക്കണ്ട. നമുക്ക് രാജകുമാരിയെ രക്ഷിക്കണം. പെട്ടെന്ന് കേറി ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാൻ നോക്ക്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പുറപ്പെടണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഇടിച്ച് നിരത്തും. ബോസ് ഒരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതിലെ അവന്മാരാണ് ദേ ഇവന്മാർ. പിടിക്കവരെ. ശരി തന്നെയാ, ഇത് അവന്മാരാ. അവന്മാരെ വിടരുത്, പിടിക്കവരെ. പാണ്ഡ സാർ വേഗം വിട്ടോ. ഇവന്മാര് തീർച്ചയായിട്ടും അവന്റെ ആൾക്കാരായിരിക്കാനാണ് സാധ്യത. വിട്ടോ. നോക്ക്, ഞങ്ങൾ വീണു. ഇടിച്ച് നിരത്തും ഞാൻ. സാറേ, ഒന്ന് പതുക്കെ പോകണം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആകും. പാണ്ട സാറേ, ഇതിൽ തടുപ്പുണ്ടാ? സാധ്യത വിട്ടോ. എന്റെ പാണ്ഡ സാറേ, ഒന്ന് സൂക്ഷിച്ച്, അല്ലെങ്കിൽ നാട്ടുകാർ പഞ്ഞിക്കിടും. സംശയമുണ്ടോ? യു നോൺസെൻസ് വൃത്തികെട്ടവനെ, നിന്റെ ബോസിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ. അവന്മാരെ വിടരുത്. ഇവനെ പിടിച്ചാലേ ഗുല്ലുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. കലക്കി പാണ്ഡ സാറേ, നിങ്ങൾ എന്തായാലും അടിപൊളി ബൈക്കർ തന്നെയാ. ട്രെയിൻ ട്രെയിൻ ട്രെയിൻ. പാണ്ട സാറേ, എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ബൈക്ക് ഓടിക്കുന്നത്? ബൈക്ക് ആരും ഓടിക്കുന്നില്ല. അറിയാടാ, ബൈക്ക് വേറെ ആരുമല്ല ഓടിക്കുന്നത്, പാണ്ഡ സാറ് തന്നെയാണ്. സംശയമുണ്ടോ? എടാ, ആരും ഓടിക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. ആരായെയും പാണ്ഡയും കാണുന്നില്ല. എന്ത്? അങ്ങോട്ട് നോക്ക്, ഗുല്ലുവിന്റെ വീട്. എന്റെ മുന്നിലേക്ക് അവന്മാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവന്മാരുടെ പണി ഞാൻ തീർക്കും. വേഗം ആയുധങ്ങൾ എടുക്ക. ഇടിച്ചു നിർത്തും ഞാൻ. വേഗം രാജകുമാരിയെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ഞാൻ മുൻപിൽ പോയി ശ്രദ്ധ തിരിപ്പിക്കാം. നീ പുറകിൽ നിന്നും അല്ലേ?
എടാ നീ അവിടെ എന്തെടുക്കാടാ? മൊത്തം 50 ലക്ഷം പ്രഭു. ഓ എന്റെ അമ്മോ. ഇടിച്ചു നിർത്തും ഞാൻ. നീ എന്റെ ആൾക്കാരെ തല്ലിയല്ലേ? ഇപ്പൊ സമയമല്ല, നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാം. ഇതെന്താ ഉമാർക്ക് സംഭവിച്ചത്? ഒരു ഡോഗി എന്നെ തല്ലുന്നോ? ഇപ്പൊ ഒട്ടും സമയമില്ല, പിന്നീട് വാ. എന്നോടെന്താ ഉമാര് ഫൈറ്റ് ചെയ്യാത്തത്? ഡോക്ടർ ചെയിൻ ഗോസ് ഗുല്ലു, ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനൊക്കെ തല്ലുന്നത്? ആവശ്യമില്ലാതെ തല്ലുന്നെന്നോ? എങ്കിൽ തല്ലു നിർത്തിയിട്ട് വേറെ പ്രയോഗം നടത്താം. അല്ല, രാജ്കുമാരി എവിടെയാണ് പോയത്? ഇടിച്ചു നിർത്തും ഞാൻ. മര്യാദക്ക് രാജകുമാരിയെ ഞങ്ങളുടെ കയ്യിലേക്ക് തരൂ. മൊത്തം 50 ലക്ഷം പ്രഭു. നിനക്ക് 50 ലക്ഷമല്ല, 50 ഇടി തരാം. ഓ, 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 ഈ. പാണ്ഡാജി, എല്ലാരും നമ്മുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോവാം. പിന്നെ രാജകുമാരിയെ കിട്ടിയ കാര്യം രാജാവിനെ അറിയിച്ചേക്കേ. ഞാൻ ഈ ആപ്പിൾ തിരിച്ചു തന്നേക്കും. അച്ഛാ. എന്റെ പൊന്നുമോളെ. മോളെ. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത് വലിയ ഉപകാരം തന്നെയാണ്. ഞങ്ങൾ ഈ ആപ്പിൾ കൊടുത്തിരുന്നുവെങ്കിൽ ആ ദുഷ്ടൻ ഈ രാജ്യത്തിന്റെ രാജാവായനെ. നിങ്ങൾ രക്ഷിച്ചത് രാജകുമാരിയെ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരെയുമാണ്. എന്റെ മോള് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ആപ്പിൾ കൊടുത്തേനെ. ഇത് ഞങ്ങളുടെ കടമയാണ് രാജകുമാരി. ഞങ്ങൾ വന്ന പണി തീർന്നിരിക്കുന്നു. ഞങ്ങളെ ഉടൻ തന്നെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് എത്തിക്കും മഹാരാജാവേ. തീർച്ചയായും. യു പാണ്ഡ, ഇവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കണം. എന്നിട്ട് വേഗം ഇവരെ വീട്ടിലേക്ക് എത്തിക്കണം. ഞങ്ങളെ ആരാ വീട്ടിലെത്തിക്കുക? എടാ, ആരാ ആരാ ഈ ആരാ? ഇവൻ നമ്മളെ വീട്ടിലെത്തിക്കും. കുട്ടികളെ, ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ വിളിപ്പിക്കും. എപ്പോ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കൂ. എന്നാൽ വിളിക്കാൻ വരുന്നത് ഈ ആരായിരിക്കണം. ആരാ? ഈ ആരാ?